Hello everyone, welcome to our channel Biochem Mentor. I am Nasia. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ബയോകെമിസ്റ്റ് എന്ന എക്സാമിലേക്കുള്ള കൺഫർമേഷൻ വന്നു. സിലബസ് ഒക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാകും. 2022 കേരള PSC നോട്ടിഫിക്കേഷൻ വന്ന് 2023 എക്സാം നടത്തിയ സയന്റിഫിക് അസിസ്റ്റന്റ് ബയോകെമിസ്ട്രി, ഇതും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എക്സാം ആയിരുന്നു. ഇതിന്റെ സെയിം സിലബസ് തന്നെയാണ് ഇപ്പോഴും കേരള PSC ബയോകെമിസ്റ്റ് എക്സാമിന് വേണ്ടി തന്നിട്ടുള്ളത്. സോ ബയോകെമിസ്ട്രി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാളും എക്സാമിന് മുമ്പേ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് സയന്റിഫിക് അസിസ്റ്റന്റ് ബയോകെമിസ്ട്രി. സോ നമ്മൾ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനും ആൻസറും അതിന്റെ എക്സ്പ്ലനേഷൻസും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ. പാർട്ട് 2 ആണ് ഇത്. പാർട്ട് 1 ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: the phenomenon by which an organic compound becomes excited when oxidized and emit light when it returns to ground state is option A fluorescence, option B nephelometry, option C phosphorescence and option D luminescence. right answer എന്ന് പറയുന്നത് option D ആണ്, luminescence. Luminescence also known as cold light because it is not caused by high temperature. Okay, so luminescence phenomena എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? The phenomenon by which an organic compound becomes excited when oxidized and emit light when it returns to ground state, and luminescence also known as cold light because it is not caused by high temperature. Then type of luminescence, മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ആണുള്ളത്: chemiluminescence and bioluminescence. Okay, so first one, chemiluminescence. Luminescence can be caused by chemical reaction called chemiluminescence, and enzymatic reaction. Luminescence can be caused by enzymatic reaction is known as bioluminescence. Okay, next question: regarding fluorometry, which among these is true? Option A, emission wavelengths are always set at a lower wavelength than excitation. Option B, the detector is always placed at a right angle to excitation B. Option C, fluorescence is more sensitive technique than absorption. Option D, all of the above. Your right answer is option D, all of the above. സോ ഫ്ലൂറോമെട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ പോയിന്റ്സും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എല്ലാം പഠിച്ചു വയ്ക്കാം. ഫ്ലൂറസെൻസ് ഈസ് മോർ സെൻസിറ്റീവ് ടെക്നിക് ദാൻ അബ്സോർപ്ഷൻ. അബ്സോർപ്ഷനേക്കാൾ കുറച്ചുകൂടി ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക് ആണ് ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത്. ദ ഡിറ്റക്ടർ ഈസ് ഓൾവേസ് പ്ലേസ്ഡ് അറ്റ് റൈറ്റ് ആംഗിൾ ടു എക്സൈറ്റേഷൻ ബീം. ഓക്കെ, then emission wavelengths are always set at a lower wavelength than excitation. Okay, appo emission wavelength always set at a lower wavelength. Excitation wavelength നേക്കാൾ കുറവായിരിക്കും എപ്പോഴും എമിഷൻ വേവ്ലെങ്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആ രീതിയിലായിരിക്കും നമ്മൾ ഫ്ലൂറോമെട്രിക് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഫ്ലൂറോമെട്രിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ്, fluorometry, also known as fluorescence spectroscopy or spectrofluorometry, is a technique that measures the fluorescent emission of a substance after it's excited by light of a shorter wavelength. Okay, so വളരെ ചെറിയൊരു വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് യൂസ് ചെയ്തിട്ട് ഒരു സബ്സ്റ്റൻസിനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് അതിനകത്തു നിന്നും എമിറ്റ് ചെയ്യുന്ന ഫ്ലൂറസെന്റിന്റെ അളവ് അത് എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് ഫ്ലൂറസെൻസ് സ്പെക്ട്രോസ്കോപ്പി ഓർ സ്പെക്ട്രോഫ്ലൂറോമെട്രി, അതും അല്ലെങ്കിൽ ഫ്ലൂറോമെട്രി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് മോളിക്യുലാർ ടോസസ് ആൻഡ് ഹാസ് മെനി അപ്ലിക്കേഷൻസ് ഇൻക്ലൂഡിംഗ് pharmaceutical analysis. Fluorometry is used to analyze vitamins like riboflavin, thiamine, and niacin. Then immunological assays. Fluorometry can be used to study antigen-antibody interactions. Okay, antigen-antibody interactions ന്റെ സ്റ്റഡിക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾക്ക് അസേകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇമ്മ്യൂണോളജിക്കൽ അസേസിൽ ഫ്ലൂറോമെട്രി യൂസ് ചെയ്യാറുണ്ട്.
സെൽ സർഫസ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ഫ്ലൂറോമെട്രി യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ടൈപ്സ് ഓഫ് ഫ്ലൂറോമെട്രി ഇൻക്ലൂഡ് പൾസ് ഫ്ലൂറോമെട്രി, ഫേസ് ഫ്ലൂറോമെട്രി ആൻഡ് ടൈം റിസോൾവ്ഡ് ഫ്ലൂറസെൻസ്. ഓക്കെ, അപ്പൊ ഫ്ലൂറോമെട്രിയുടെ ടൈപ്പുകളാണ് പറയുന്നത്. പൾസ് ഫ്ലൂറോമെട്രി, phase fluorometry and time resolved fluorescence. Next question. The most sensitive detector in spectrometry is option A, photomultiplier, option B, phototube, option C, photocell, option D, photodiode array. Your right answer, option D, photodiode array. Okay, the most sensitive detector in spectrometry is photodiode array. Next question. Which of the following is true about hematoxylin and eosin staining? Option A. Hematoxylin is a basic dye and bind to nucleic acid in the nucleus and imparts a blue color. Option B. Eosin is a basic dye and binds to the nucleic acids in the nucleus and imparts a blue color. Option C. Both 1 and 2 are correct. Option D. None of the above. Your right answer is option A. Hematoxylin is a basic dye and binds to nucleic acid in the nucleus and imparts a blue color. നമുക്ക് ഹെമറ്റോക്സൈലിൻ ആൻഡ് ഇയോസിൻ സ്റ്റെയിനിങ് എന്താണെന്ന് കൂടെ പഠിക്കാം. ഓർ സിമ്പിൾ ആയിട്ട് നമുക്ക് H&E സ്റ്റെയിനിങ് എന്ന് പറയാം. Hematoxylin and eosin staining is a laboratory technique that uses, or these are two dyes, to help identify different parts of the cell under a microscope. So, ഒരു സെല്ലിന്റെ ഡിഫറെന്റ് പാർട്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് H&E സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് hematoxylin stains cell nuclei, ribosome, chromatin and other structures a deep blue purple color. സോ ഹാമറ്റോക്സൈലിൻ എന്തിനൊക്കെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്? ഒരു സെല്ലിനകത്ത് ന്യൂക്ലിയൈനെ സ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയനെ അതുപോലെ റൈബോസോംസ്, ക്രൊമാറ്റിനെ ഒക്കെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഹാമറ്റോക്സൈലിന് ന്യൂക്ലിയൈ, റൈബോസോം, ക്രൊമാറ്റിൻ എന്നിവയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്. എന്ത് കളറാണ് കിട്ടുന്നത്? സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലൂ പേർപ്പിൾ കളറാണ് ഫോം ചെയ്യുക. ഓക്കെ, ഒരു ബ്ലൂ പേർപ്പിൾ കളറാണ് ഹാമറ്റോക്സൈലിന്റെ കളർ എന്ന് പറയുന്നത്. ഏതൊക്കെ സെൽ ഓർഗനൽസിനെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്? ന്യൂക്ലിയൈ, റൈബോസോം ആൻഡ് ക്രൊമാറ്റിൻ. Then eosin stains cytoplasm, collagen, connective tissues and other structures and orange, pink, red color. Okay, അപ്പൊ eosin ഏതൊക്കെ പാർട്സിനെയാണ്, ഏതൊക്കെ സെൽ ഓർഗനൽസിനെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്? Cytoplasm, collagen, connective tissues and other structures and orange, pink, red color ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഹാമറ്റോക്സൈലിന് ബ്ലൂ പേർപ്പിൾ കളർ ആണെങ്കിൽ ഇയോസിന്റെ കളർ ഓറഞ്ച്, പിങ്ക് ഓർ റെഡ് കളർ ആയിരിക്കും ഫോം ചെയ്യുന്നത്. സോ ന്യൂക്ലിയയും റൈബോസോംസും ക്രൊമാറ്റിനും ഒക്കെ ഹാമറ്റോക്സൈലിൻ ആണ് സ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഇയോസിൻ സ്റ്റെയിൻ ചെയ്യുന്നത് ഏതൊക്കെ പാർട്സിനെയാണ്? സൈറ്റോപ്ലാസം, കൊളാജൻ, കണക്റ്റീവ് ടിഷ്യൂസ്. Then H&E staining is a common and essential technique for recognizing tissue types, diagnosing cancer and identifying structural information. Okay, so H&E staining is a common and essential technique for recognizing tissue types, diagnosing cancer and identifying structural information. What is the ideal section thickness for preparing routine H&E stain section? Option A, 1 to 2 microns. Option B, 8 to 10 microns. Option C, 6 to 8 microns. And option D, 3 to 5 microns. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, 3 to 5 മൈക്രോൺസ്. ഓക്കെ, സോ നമ്മൾ എടുക്കുന്ന സാമ്പിളിന്റെ തിക്നെസ് എത്ര ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്? H&E സ്റ്റെയിനിങ്ങിൽ 3 to 5 മൈക്രോൺസ്, അത്രയും ചെറിയ തിക്നെസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് among the following is true about reverse phase liquid chromatography? Option A, separation is based on charge instead of size. Option B, polar
mobile and non-polar stationary phase? Option C, non-polar mobile and polar stationary phase. Option D, separation is based on size instead of charge. Your right answer is option C, non-polar mobile phase and polar stationary phase. Okay, non-polar mobile and polar stationary phase. So, question എന്താ ചോദിച്ചിട്ടുള്ളത്? Which among the following is true about reverse phase liquid chromatography? So, reverse phase liquid chromatography non-polar mobile phase അതുപോലെ polar stationary phase ആണ് യൂസ് ചെയ്യാറ്. Next question, what do you mean by bright field microscope? Option A, the microscope uses natural light. Option B, the microscope is light from above and viewed from below. Option C, the microscope is light from below and viewed from the above. Option D, none of the above. Your right answer is option C, the microscope is light from below and viewed from above. So നമുക്കറിയാം അല്ലേ, the microscope uses natural light ആണോ? അല്ല. കാരണം ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ നമ്മൾ സെപ്പറേറ്റ് ലൈറ്റ് കൊടുക്കാറുണ്ട്. സോ ആ ലൈറ്റ് എവിടെയാണ്? നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ ഏറ്റവും താഴെയുള്ള ആ ഒരു പൊസിഷനിലാണ് ലൈറ്റ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒക്കുലാർ ലെൻസ് വഴി മുകളിൽ നിന്നാണ്, മൈക്രോസ്കോപ്പിന്റെ ഏറ്റവും മുകളിലുള്ള പോർഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒക്കുലാർ ലെൻസിലൂടെയാണ് നമ്മൾ സബ്സ്റ്റൻസ് വ്യൂ ചെയ്യുന്നത്. സോ ദ മൈക്രോസ്കോപ്പ് ഈസ് ലൈറ്റ് ഫ്രം ബിലോ ആൻഡ് വ്യൂഡ് ഫ്രം above. Next question, the magnifying power of an eyepiece in microscope is option A 10x, option B 20x, option C 40x, and option D 60x. Your right answer option A 10x. The magnifying power of an eyepiece in microscope is 10x. Next question, which among the following types of microscope does not require staining to view the slide? Option A, electron microscope. Option B, phase contrast microscope. Option C, light microscope. And option D, dark field microscope. Your right answer, option B, phase contrast microscope. Okay, what is the phase contrast microscope or its function? A phase contrast microscope is type of optical instrument that enhances the visibility of transparent specimen by converting visible phase shifts in light into visible changes in image brightness. And these techniques allow to observe unstained living biological samples. So phase contrast microscope in the ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ് observe unstained living biological samples. നമുക്ക് സ്റ്റെയിൻ ചെയ്യാത്ത ലിവിംഗ് ആയിട്ടുള്ള ബയോളജിക്കൽ സാമ്പിൾസിനെ നമുക്ക് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റും. അതായത് ലിവിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ്, ഇതിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ മൂവിങ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിലൂടെ. മാത്രമല്ല സ്റ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പല സ്റ്റെയിനിങ്സും നമ്മൾ മൈക്രോ ഓർഗാനിസത്തിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ സെല്ലുകൾക്ക് ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ this techniques allows to observe unstained living biological samples such as cells, microorganisms, and organelles without the need for damaging stains. Next question, which among the following represents the correct stages of tissue processing? Option A, fixation, dehydration, clearing, infiltration, embedding. Option B, fixation, clearing, dehydration, infiltration, embedding. Option C, clearing, fixation, dehydration, infiltration, embedding. Option D, embedding, dehydration, fixation, infiltration, clearing. Your right answer option A ആണ് fixation, dehydration, clearing, infiltration, embedding. Okay, so what is tissue processing? എന്താണ് ടിഷ്യൂ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്? ടിഷ്യൂ പ്രോസസ്സിംഗ് ഈസ് എ മൾട്ടി സ്റ്റെപ്പ് ഹിസ്റ്റോളജി ടെക്നിക് ദാറ്റ് പ്രിപ്പയർസ് എ ടിഷ്യൂ സാമ്പിൾ ഫോർ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. സോ ഒരു ടിഷ്യൂ സാമ്പിളിനെ
മൈക്രോസ്കോപ്പിക് എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ടിഷ്യൂ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഡിഫറെന്റ് സ്റ്റെപ്പുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഫിക്സേഷൻ, ഡീഹൈഡ്രേഷൻ, ക്ലിയറിംഗ്, ഇൻഫിൽട്രേഷൻ, എംബഡിംഗ് എന്നെല്ലാം. സോ നമുക്കത് ഓരോന്നും എങ്ങനെയാണ് നോക്കാം. സ്റ്റെപ്സ് ഓഫ് ടിഷ്യൂ പ്രോസസ്സിംഗ്. First one, fixation. The initial steps were a fixative such as 10% neutral buffered formalin is used to preserve the tissue's structures by preventing autolysis and bacterial decay. So first one എന്ന് പറയുന്നത് ഫിക്സേഷൻ ആണ്. നമ്മുടെ സെല്ല് അല്ലെങ്കിൽ എന്താണോ നമ്മുടെ കയ്യിലുള്ള സാമ്പിൾ അതൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ബാക്ടീരിയൽ ഡീക്കേ അല്ലെങ്കിൽ ഓട്ടോലൈസിസ് ഒന്നും സംഭവിക്കാതെ ആ ഒരു സെല്ല് പ്രോപ്പർ ആയിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 10% ന്യൂട്രൽ ബഫേർഡ് ഫോർമാലിൻ ആണ് യൂസ് ചെയ്യുന്നത്. is used to preserve the tissues structures by preventing autolysis and bacterial decay. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ്. ആ വേർഡ് കണ്ടാൽ തന്നെ നമുക്കറിയാം വാട്ടറിനെ റിമൂവ് ചെയ്യാം. ദ പ്രോസസ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ എ സീരീസ് ഓഫ് ഗ്രേഡഡ് ആൽക്കഹോൾ സൊല്യൂഷൻസ് ടു ഗ്രാജുവലി റിമൂവ് ഓൾ വാട്ടർ ഫ്രം വിത്തിൻ ദ സെൽ. സോ നമ്മൾ ആൽക്കഹോൾ യൂസ് ചെയ്തുകൊണ്ട് പതുക്കെ പതുക്കെ ആ സെല്ലിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ സാമ്പിളിലുള്ള കംപ്ലീറ്റ് വാട്ടറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ദെൻ ക്ലിയറിംഗ്. An intermediate solvent such as xylene. So clearing process നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? Xylene ആണ് യൂസ് ചെയ്യുന്നത്. Displaces the alcohol because it is miscible with both alcohol and paraffin wax. So clearing section നമ്മൾ ആൽക്കഹോളിനെ ഒഴിവാക്കിയിട്ട് അവിടെ എന്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? Xylene ആണ് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നത്. An intermediate solvent ആയിട്ട് xylene ആഡ് ചെയ്യാണ്. Displaces the alcohol because it is miscible with both alcohol and paraffin wax. Next step is infiltration. The tissue is placed in molten paraffin wax, which infiltrates and replaces the clearing agent, saturating the tissue and preparing for it for embedding. So embedding എന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് ഇൻഫിൽട്രേഷൻ എന്ന സ്റ്റെപ്പിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു മോൾട്ടൻ paraffin wax ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Then last process, embedding. After infiltration, the tissue is placed in a mold and surrounded by more molten paraffin wax, forming a solid block that can be sectioned. Okay, so ഇത്രയും 5 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ടിഷ്യൂ പ്രോസസ്സിംഗ് നോർമലി നടത്താറുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10 ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്ത 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ പഠിക്കാം. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം. നിങ്ങളുടെ ലൈക്കുകളും അഭിപ്രായങ്ങളും ഒക്കെയാണ് അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള എന്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. So thank you.